എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 4-ാം തീയതി വരെ ഓൺലൈനായിട്ട് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ഇതുവരെ അപേക്ഷിക്കുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, അതായത് എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഓൾറെഡി ഒരു അഡ്മിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. SSLC മാർക്ക് ലിസ്റ്റിൽ എല്ലാ കാറ്റഗറികളും അപേക്ഷയിലേക്ക് അതുപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഈഴവ, മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, അതുപോലെ തന്നെ പിന്നോക്ക ക്രിസ്ത്യൻ, ലത്തീൻ കത്തലിക്ക, ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നിവ SSLCയിൽ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവ ഓരോന്നും പ്രത്യേക കാറ്റഗറി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഓരോ ജാതിയുടെയും കാറ്റഗറി മനസ്സിലാക്കുന്നതിനായിട്ട് പ്രോസ്പെക്ടസിലെ അനുബന്ധം 3 നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അപേക്ഷ നൽകേണ്ടത്. അതുപോലെ മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് പുതുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴി അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് കാണാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായിട്ട് സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും അഡ്മിഷൻ സമയത്ത് ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം കഴിഞ്ഞിട്ടുള്ള ഒഴിവുകളിലായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി കണക്കിലെടുക്കാതെ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കൂളുകളിലെ ആവശ്യമുള്ള കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷകർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും ഹെൽപ്പ് ഡെസ്കിലൂടെ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ സ്കൂളുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് വേക്കൻസി നോക്കാം. വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജ് കാണാൻ സാധിക്കുന്നതാണ്. നിലവിൽ ആ ഒരു പേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് താഴെ ലിസ്റ്റഡ് ആയിട്ട് ആ ഒരു സ്കൂളുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ജസ്റ്റ് കുറച്ച് സ്ലോ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് വരാനായിട്ട് കുറച്ച് സ്ലോ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സെലക്ട് ചെയ്യുന്നു, ഗെറ്റ് ഡാറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി വരുന്നതാണ്. നിലവിൽ ഇപ്പോൾ ആ ഒരു പേജിൽ അത് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഓരോ സ്കൂളിൻ്റെ കോഡ്, അതുപോലെ ഏത് സ്കൂളിലാണ്, അതുപോലെ ഏത് കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വേക്കൻസി പ്രകാരം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി, അതായത് കോഴ്സിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് നിലവിൽ ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് യൂസർ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ സമർപ്പണം എങ്ങനെ ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് അപേക്ഷിക്കാമെന്നത് സംബന്ധിച്ച്, അതായത് ഫോൺ വഴി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയ ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി നിങ്ങൾ പുതുതായിട്ട് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്.
അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴി ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.